ചേരിടുവീൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ Let us give heed and listen to the gospel living words of God from the holy evangelion of our Lord Jesus Christ, that is being read to us. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിന്റെ കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അരുളിയ പ്രഘോഷകനായ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വന്നു വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചിന സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധയായ കന്യകമറിയാം ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. Gospel according to Saint John chapter 1 verse 43 through 51. The following day Jesus wanted to go to Galilee, and he found Philip and said to him, "Follow me." Now Philip was from Bethsaida, the city of Andrew and Peter. Philip found Nathanael and said to him, "We have found him of whom Moses in the law and also the prophets wrote, Jesus of Nazareth, the son of Joseph." And Nathanael said to Philip, "Can anything good come out of Nazareth?" Philip said to him, "Come and see." Jesus saw Nathanael coming toward him and said to him, "Behold, an Israelite indeed, in whom is no deceit." Nathanael said to Jesus, "How do you know me?" Jesus answered and said to him, "Before Philip called you, when you were under the fig tree, I saw you." Nathanael answered and said to him, "Rabbi, you are the Son of God. You are the King of Israel." Jesus answered and said to him, "Because I said to you, I saw you under the fig tree, do you believe? You will see greater than these things." And he said to him, "Most assuredly I say to you, hereafter you shall see heaven open, and the angel of God ascending and descending upon the Son of Man." Peace be unto you. Jesus called his first disciples. The Lord's first disciples had been followers of John the Baptist. As we know, they were Andrew, Simon, who is also known as Peter or Cephas, and Philip, and also Nathanael, who was also known as Bartholomew. He called these 5 disciples.
What is the meaning of disciple or discipleship or following? The word following, there are three meaning in its root word. Akalutio, acolytes, നമ്മൾ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നവരെ വിളിക്കുന്ന പേരാണ്. ശുശ്രൂഷകൻ, ഫോളോവേഴ്സ്. The literal meaning of this word is to walk behind or to let another to lead. One may be walking behind or by the side of the leader. ആ അർത്ഥത്തിലാണ് ഡിസൈപ്പിൾ ഓർ അക്കലൈറ്റ്സ്, അക്കലോത്തിയോ എന്നുള്ള ഗ്രീക്ക് റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ പിന്നാലെ അവനെ അനുഗമിക്കുന്നവരായിട്ട് ശിഷ്യന്മാരെ, ഡിസൈപ്പിൾസിനെ, ഫോളോവേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് ഈ വേദഭാഗം. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, ബി മൈ ഡിസൈപ്പിൾ, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക, എന്നോടൊപ്പം ചേരൂ, എൻ്റെ സൈഡ് ചേർന്ന് നിങ്ങൾ നടക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ് ആ ആദ്യ ശിഷ്യന്മാരോട്. ഇവിടെ ഫിലിപ്സ് വിറ്റ്നസ് ചെയ്യുന്നത് there are two things Philip witnesses. Jesus is the fulfillment of the scripture. We have found him of whom Moses in the law and also the prophets wrote, Jesus of Nazareth, the son of Joseph. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞത്, ആ പ്രവചന പൂർത്തീകരണം നേരിട്ട് കണ്ടിരിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നാസറത്തിൽ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതായ ഒരാശയം. സെക്കൻഡ് തിങ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ജോസഫ് ഫ്രം നാസറത്ത്. യേശുക്രിസ്തു ജോസഫിന്റെ പുത്രനായി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ബൈ സൈറ്റ് he is the son of Joseph from Nazareth, but by faith he is the son who has come from God. ഈ ഒരു സന്ദേശം രണ്ട് രീതിയിൽ ഫിലിപ്പ് അല്ലെങ്കിൽ ഫിലിപ്പോസോടെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ ഇത് പറഞ്ഞു കേട്ടപ്പോൾ നഥാനിയേലിന്റെ ഒരു മറുപടിയുണ്ട്. And Nathanael said to him, Can anything good come out of Nazareth? നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളതായ ചോദ്യം. നഥാനിയേലിന്റെ പ്രജുഡിസ്, ഒരു മുൻധാരണ ഈ നസ്രയത്തുകാരെ കുറിച്ച് നഥാനിയേലിനുണ്ട്. ആ മുൻവിധി അനുസരിച്ചാണ് നഥാനിയേൽ ചോദിക്കുന്നത്, നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുവാൻ സാധ്യത ഉണ്ടോ എന്ന്.
ഇവിടെ സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ളവരാണെങ്കിൽ ഒരു തർക്കം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിൽ കണ്ടെത്തിയ പറഞ്ഞിരിക്കുന്ന ആ വലിയ ദൈവപുത്രൻ ജോസഫിന്റെ മകനായിട്ട് ഞാൻ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ മറുചോദ്യം ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുവാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവണം അവർ തമ്മിൽ, നാം ആയിരുന്നെങ്കിൽ, നമ്മെപ്പോലുള്ളവരായിരുന്നെങ്കിൽ. പക്ഷേ അവിടെ പറയുകയാണ്, come and see. Philip said to him, come and see. നീ വന്ന് കാണ, വന്ന് കണ്ട്, നേരിട്ട് കണ്ട് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് അവിടെ ആ സംസാരം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു അവനെക്കുറിച്ച് പറയുന്ന വാക്കാണ് ശ്രദ്ധേയം. Behold an Israel indeed in whom is no design. Behold an Israel. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കളങ്കമില്ല. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കളങ്കമില്ല. നോ ഡിസൈൻ, both having a pure heart and being straightforward with others. അതായി ഡിസൈഡ് എന്ന പദത്തിന്റെ അർത്ഥം. നിഷ്കളങ്കമായ ഹൃദയം, കാപട്യമില്ലാത്ത ഹൃദയം, മനസ്സിന്റെ ഉടമ. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മനസ്സിൽ തോന്നുന്നത് മനസ്സിൽ വെച്ച് പറയാതെ ഉള്ളത് ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം. നമ്മൾ നേരെ കാണുമ്പോൾ ഒന്ന് പറയും, പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റൊന്ന് പറയും. അതല്ല, നേരിട്ട് കണ്ട് മനസ്സിൽ തോന്നിയത് അതേപോലെ അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. കപടതയില്ല, കാപട്യ സ്വഭാവം ആ മനുഷ്യനില്ല. ഇത് കർത്താവ് അവനിൽ കണ്ടെത്തിയ വലിയൊരു ഗുണമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്വഭാവത്തെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെയുള്ള കാപട്യമില്ലാത്ത സ്വഭാവത്തിൻ്റെ മനസ്സിൻ്റെ ഉടമകളാകുവാൻ സാധിക്കുമോ? പ്യൂർ ഇൻ ഹാർട്ട് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരായി കാര്യങ്ങൾ പറയുക, നിഷ്കളങ്കതയോടുകൂടി കാര്യങ്ങൾ പറയുക, ആ ഒരു ഭാവം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഇവനിൽ കളങ്കം ഇല്ല എന്ന്. ഹി സ്പീക്സ് അബൌട്ട് ഹിസ് മൈൻഡ്. അവന്റെ മനസ്സ് അറിഞ്ഞ് കർത്താവ് അവന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കളങ്കമില്ല. യേശുക്രിസ്തുവിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അതൊരിക്കൽ നെഗറ്റീവായ വിലയിരുത്തലല്ല, പോസിറ്റീവായിട്ട് കാണുകയാണ് അവന്റെ പ്രതികരണത്തെ. സ്വാഭാവികമായിട്ടും നഥാനിയേൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് നെഗറ്റീവ് മൈൻഡോട് കൂടിയാണ്. നെഗറ്റീവ് മൈൻഡോടുകൂടി നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളതായ നെഗറ്റീവ് ചിന്തയോടുകൂടി കടന്നു വരുന്ന നഥാനിയേലിന്റെ അവനെ മനസ്സ് വായിച്ചിട്ട് ഒരു പോസിറ്റീവ് അപ്രോച്ച് യേശുക്രിസ്തു സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും നിൽക്കുന്നവർ ഒരുപക്ഷെ നെഗറ്റീവ് കമന്റ് നമ്മെക്കുറിച്ച് ഉണ്ടെങ്കിലും അത് പോസിറ്റീവാക്കി മാറ്റുവാനായിട്ട് കഴിയും. നമ്മുടെ ഒരു പ്രതികരണത്തോടുകൂടി, നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചോടുകൂടി. ചിലര് പറയാറുണ്ടല്ലോ, അച്ഛൻ്റെ പ്രസംഗം ആറും ബോറായിരുന്നു. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ എന്ത് തോന്നും?
എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, കൊള്ളില്ല. ബോറാണെങ്കിലും അച്ഛാ പ്രസംഗം നന്നായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ? അതൊരു പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മുടെ ഒരു പ്രതികരണം നന്നായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കൻ്റെ ഒരു കൾച്ചറാണ് അത്. ഇവിടുത്തെ അമേരിക്കൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ നോക്കുമ്പോൾ അറിയാം, അവര് എന്ത് കാര്യമുണ്ടെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് പ്രതികരിക്കും. മാറി എന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഒരു രീതിയാണ്. നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലൊക്കെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അമ്മയെ ഒന്ന് അപ്ലോസ് ചെയ്യാനായിട്ട്, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അവർ ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കും എന്നുള്ളത്. ഇവിടെ നെഗറ്റീവ് മൈൻഡോടുകൂടി കടന്നു വരുന്ന ദാനിയേലിനെ തിരിച്ചു പോകുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് മാറ്റിയെടുക്കുകയാണ് കർത്താവ്. അവർ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അവിടെ നൽകുന്നുണ്ട് വേദഭാഗത്ത്. ഹൗ ഡു യു നോ മീ എന്ന് നഥാനിയേൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ അർത്ഥമോ ആഴമോ അല്ല നമ്മുടെ ഈ പഠന വിഷയം. നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ് യേശുക്രിസ്തു മറുപടി പറയുന്നത്. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ്, ബിഫോർ ഫിലിപ്പ് കോൾഡ് യു വെൻ യു ആർ അണ്ടർ ദ ഫിഗ് ട്രീ ഐ സോ യു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ്, നീ അത്തിയുടെ കീഴിലിരിക്കുന്ന സമയത്ത് തന്നെ നിന്നെ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ജീവിതം അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം മനസ്സിൽ വിചാരിക്കുന്നത്, നാം ആലോചിക്കുന്നത്, നാം ചിന്തിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ മറ്റാരും കാണുന്നില്ല, അത് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത അല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നനവുകൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഓർക്കുക. ആ ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്ന നഥാനിയേൽ, നെഗറ്റീവ് ചിന്തയോടുകൂടി കടന്നു വന്ന നഥാനിയേൽ തിരിച്ചു പോകുമ്പോൾ ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടിയാണ് തിരിച്ചു പോകുന്നത്. യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ കിങ് ഓഫ് ഇസ്രായേൽ. ആദ്യ ഭാഗത്ത് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന സംശയത്തോടു കൂടി കടന്നു വന്ന നഥാനിയേൽ അവന്റെ ഹൃദയ വിചാരങ്ങളിൽ യേശുക്രിസ്തു മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ തിരിച്ചു പോകുന്നത് കൃതാർത്ഥതയോടുകൂടിയാണ്, നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടിയാണ്. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ മറ്റുള്ളവരെയും പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചിലേക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതായ ഒരാശയം കൂടി ഈ വേദഭാഗം നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവം തമ്പുരാൻ. ഈ വേദഭാഗം എപ്പോഴാണ് നമ്മൾ വായിച്ചു കേട്ടത്? ഹൃദയവിചാരങ്ങളെ അറിയുന്ന എപ്പോഴാണ് നാം കേട്ടിട്ടുള്ളത്? കേട്ടിട്ടുണ്ടോ? ഇപ്പോഴാ കല്യാണത്തിന് നിന്നപ്പോൾ കേട്ടിട്ടുണ്ട്, അന്ന് മനസ്സിലായില്ല. ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ മുന്നിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ നിലവുകൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രതികരണങ്ങളെല്ലാം ദൈവം അറിയുന്നു. ഒരുപക്ഷെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പോസിറ്റീവ് ആക്കുവാൻ ഈ വലിയ ദൈവത്തിന് കഴിയും. ആ ആലോചന നമുക്കുണ്ടായിരിക്കട്ടെ. അതാണ് നഥാനിയേലിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഫിലിപ്പോസിനെ പോലെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന, ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന നല്ല ഡിസൈപ്പിളായിട്ട് മാറുവാൻ ഉള്ള ആഹ്വാനവും ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.